ഹലോ, സൺവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പഴയ ഷോൾ കൊണ്ട് എങ്ങനെ അടിപൊളി പൂക്കൾ ഉണ്ടാക്കാനാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലിൽ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ഫ്ലോറൽ കമ്പി ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം. ഇതൊന്ന് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്യണം. ഇത്രയും നീളം മതി. ഇതേപോലെ കുറച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. എന്നിട്ട് ഷോള് എടുത്തിട്ട് ഇതിൻ്റെ അടിയിലൊന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊരു നൂലിട്ട് കെട്ടണം. കെട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അടിയിലേക്ക് കുറച്ചിങ്ങനെ നീണ്ടു കിടക്കണം. ഇനി എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അലൂമിനിയത്തിൻ്റെ കമ്പി എടുത്തിട്ടുണ്ട്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. പഴയ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ കോട്ടൺ എടുക്കാം, പേപ്പർ എടുക്കാം. ഇതേപോലെ ഒന്ന് കമ്പി വളച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ചുമന്ന തുണി എടുത്തിട്ടുണ്ട്, കോട്ടൻ്റെ. അത് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇങ്ങനെ പരത്തി എടുക്കണം, ഉണ്ട പോലെ ആവരുത്. എന്നിട്ടൊരു നൂല് വെച്ച് കെട്ടി കൊടുക്കാം. അപ്പോൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഓരോ ലീഫും ഇനി ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് ചുറ്റണം. ഓരോ ലീഫ് വെക്കുമ്പോഴും ഒന്ന് ചുറ്റി കൊടുക്കണം നൂല് വെച്ച്. ഇനി എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമുക്ക് എത്ര ലീഫ് വേണോ അത്രയും നമുക്ക് കെട്ടി കൊടുക്കാം. ഇതെല്ലാം ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഷേപ്പാക്കി കത്രിക കൊണ്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതേപോലെ ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലീഫ് ഇതേപോലെ ഇങ്ങനെ നിവർത്തി എടുക്കണം. ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്നൊരു ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അടിപൊളി പൂക്കളായിട്ടില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.